രാവിലെ സുബഹിക്ക് പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ കുറുക്കൻ ഓരിയിടുന്നത് കേൾക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല സൂചനയുമുണ്ടോ എന്നാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. കുറുക്കൻ്റെ ഓരിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് സംശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മൃഗങ്ങളുടെ ശബ്ദങ്ങളെക്കുറിച്ച്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, അതിൻ്റെ നന്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി കോഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കോഴിയുടെ കൂവൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മലക്കിനെ കണ്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാ സമിഅതും നിബാഹൽ കിലാബി വനഹീക്കൽ ഹിമാർ, നായ ഓരിയിടുന്നതും കഴുത കരയുന്നതും കേട്ടാൽ അത് ഷെയ്ത്താനെ കണ്ടിരിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ അർത്ഥം കോഴി എപ്പോൾ കൂവിയാലും അത് മലക്കിനെ കാണുന്നത് കൊണ്ടാണ് എന്നോ, അല്ലെങ്കിൽ നായയും കഴുതയും ശബ്ദമുണ്ടാക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് പിശാചിനെ കണ്ടതുകൊണ്ടാണ് എന്നോ വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല. കാരണം ഓരോ ജീവികളും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാറുണ്ട്. ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ, ശത്രുവിനെ കാണുമ്പോൾ, വികാരപരമായ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും കരയാറുണ്ട്. കുറുക്കൻ ഓരിയിടുന്നത് സംബന്ധമായി ഹദീസുകളിലൊന്നും കണ്ടിട്ടില്ല. സത്യത്തിൽ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ തന്നെ കുറുക്കൻ എന്ന ജീവിയെക്കുറിച്ച് ഈ വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നു എന്നല്ലാതെ കേരളത്തിൽ കുറുക്കന്മാർ വളരെ വിരളമാണ് എന്നാണ് പറയുന്നത്. 2013 ഏതോ ഒരാൾ പത്തനംതിട്ടയിലോ ഭാഗത്തൊക്കെ ഒരു കുറുക്കനെ കണ്ടത് എന്നും, ഇന്ന് നാട്ടിൽ കുറുക്കന്മാർ ഓരിയിടുന്നു, ശബ്ദിക്കുന്നു എന്ന് പറയുന്ന സത്യത്തിൽ കുറുക്കന്മാരല്ല, അത് കുറുനരിയാണ് എന്നാണ് പറയുന്നത്. കുറുക്കനും കുറുനരിയും വ്യത്യാസമുണ്ട്. കുറുക്കൻ കുറുനരിയേക്കാൾ ചെറുതായിരിക്കും, കുറുനരിയേക്കാൾ ഭംഗിയുള്ളതായിരിക്കും. അങ്ങനെ പോകുന്നു ശാസ്ത്രത്തിൻ്റെ വീക്ഷണങ്ങൾ. മാത്രമല്ല കുറുക്കൻ്റെ ശബ്ദം ഈ നായയുടെയോ അല്ലെങ്കിൽ വലിയ ഓരിയിടുന്ന ശബ്ദമല്ല, കുറുനരിയാണത്. അപ്പോൾ കുറുനരി ഓരിയിട്ടാലും ശാസ്ത്രം പറയുന്നത് പല കാര്യങ്ങൾക്കുമായിരിക്കും. അത് ഒരു കൂട്ടം കുറുക്കന്മാർ ഒന്നിച്ചു ഓരിയിടുമ്പോൾ ഞങ്ങളിവിടെ സജ്ജരായി നിൽക്കുന്നു, വേട്ടയാടാനോ അല്ലെങ്കിൽ ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറയാനോ, അങ്ങനെ പല കാര്യങ്ങൾക്കുമായിരിക്കും. ഏതായിരുന്നാലും ഹദീസിൽ ഇങ്ങനെ ഈ ബാങ്ക് കൊടുക്കുമ്പോൾ കുറുനരി ഓരിയിടുന്നത് ഇന്നതിനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അവർ ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഒരു നായയുടെ ശബ്ദം കരച്ചിൽ അത് റെക്കോർഡ് ചെയ്ത് അത് വലിയ ശബ്ദത്തിൽ വിട്ട് കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ മറ്റ് നായകൾ ചിലപ്പോൾ ഓരിയിടാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ വർഗത്തിൽ തന്നെയുള്ള ഒരു ശബ്ദം കേൾക്കുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായി മറ്റ് നായകൾ വരുമ്പോൾ ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പറയും. ഇങ്ങനെ പലതും പറയുന്നു. ചുരുക്കത്തിൽ അങ്ങനെ ഹദീസുകൾ പ്രത്യേകിച്ചൊന്നും വന്നില്ല. മറ്റ് ചില മൃഗങ്ങളെക്കുറിച്ചാണ് വന്നിട്ടുള്ളത്.